നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എല്ലാ മുന്നണിയിലും കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരം എടുത്താൽ, തലസ്ഥാനം എടുത്താൽ, തിരുവനന്തപുരത്തെ ഒരു സ്ഥിതിഗതികൾ എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് ഇപ്പോ പരിഗണനയിലുള്ളത്, ആർക്കൊക്കെയാണ് വിജയ സാധ്യത, അങ്ങനെയൊക്കെ ഉള്ള ഒരു തിരുവനന്തപുരം സെൻട്രൽ എടുത്താല്, തിരുവനന്തപുരം സെൻട്രലില് നിലവിൽ MLA എന്ന് പറയുന്നത് ആന്റണി രാജുവാണ്. LDFന്റെ MLA ആണ്. ഒരുപാട് കേസുകളും ആരോപണങ്ങളും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു MLA ആണ്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം ശിവകുമാർ ആയിരുന്നു, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ കയ്യിലായിരുന്നു ഈ മണ്ഡലം. അത് ശിവകുമാർ ആയിരുന്നു MLA. ഇപ്പൊ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ കേൾക്കുന്നത് UDF ഈ സീറ്റ് കോൺഗ്രസിൽ നിന്ന് CMPക്ക് കൊടുക്കുക, അല്ലെങ്കിൽ CMP 2 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുന്നംകുളവും ഒന്ന് തിരുവനന്തപുരം സെൻട്രലുമാണ്. അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ CMPക്ക് വേണം, ഏകദേശം ധാരണയായി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് CP ജോണിനായിരിക്കും കൊടുക്കുക. കാര്യം തിരുവനന്തപുരത്ത് CMPയുടെ നേതാവ് എന്ന് പറയാനുള്ളത് CP ജോണാണ്. അപ്പൊ CP ജോണിനായിരിക്കും ആ സീറ്റ് കൊടുക്കുക. പക്ഷെ അപ്പൊ മറ്റൊരു പ്രശ്നമുണ്ട്. സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശിവകുമാർ പാർട്ടി മാറാൻ വരെ സാധ്യതയുണ്ട്. അത് ഉറപ്പാണ്. കാര്യം ശിവകുമാർ സീറ്റ് കിട്ടാതെ പാർട്ടിയിൽ തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി മാറാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു ആൾക്ക് എന്തിനാണ് സീറ്റ് കൊടുക്കേണ്ടത്? സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ രാഷ്ട്രീയമാണ്. അവരൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് അത് മാക്സിമം പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പറയുന്ന സാധ്യതയാണ് ശിവകുമാർ പാർട്ടി മാറാനുള്ളത് കാണുന്നത്. പിന്നെ CP ജോണിന് സീറ്റ് കൊടുത്താൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം എന്നല്ല, ശിവകുമാറിന്റെ ടീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിവകുമാറിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാർ പറയുന്നത് CP ജോൺ നിർത്തിയാൽ പരാജയപ്പെടും. പക്ഷേ CMP പറയുന്നത് ഇതിനു മുമ്പ് MV രാഘവൻ നിന്ന് ജയിച്ച മണ്ഡലമാണിത്. MV രാഘവനെയും CP ജോണിനെയും ഒരേ ഇതിൽ നമുക്ക് ഒരേ രീതിയിൽ കണക്കാക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും CP ജോൺ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്തുകാർക്ക് അടുത്തറിയാവുന്ന, കുറച്ച് ജനസമ്മതനുമാണ് എന്ന് തന്നെയാണ്, അടുത്തറിയാവുന്ന ആളാണ്. ഇതിനൊക്കെ അപ്പുറം ശിവകുമാറാണ് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസിന്റെ അകത്ത് നിന്ന്, ചേച്ചി ഒന്ന് വെച്ചോ, കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ പലരും കാലുവാരും. ശിവകുമാറിനെതിരായിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. കാര്യം ശിവകുമാറിന് എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല, കോൺഗ്രസ്സുകാർക്ക് പോലും തിരുവനന്തപുരത്തെ പല പ്രവർത്തകരും ഇതിലിടയും. പക്ഷെ CP ജോൺ ആണ് മറിച്ച് വരുന്നതെങ്കിൽ ശിവകുമാറിന് ഒരു സീറ്റ് കൊടുക്കുകയും ശിവകുമാറിനെ ഒതുക്കുകയും ചെയ്താൽ CP ജോൺ വരുമ്പോൾ വലിയ എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ആരും ശബരിനാഥ് പോലും എനിക്ക് സീറ്റ് വേണമെന്ന് പറയുകയോ എന്താണ് വാരൽ രാഷ്ട്രീയമൊന്നും നടത്താൻ പോകുന്നില്ല. അല്ലെ, ശബരിനാഥിനെ കുറിച്ച് അങ്ങനെ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ സീറ്റിന് വേണ്ടിയിട്ട് ഞാൻ ശബരിനാഥിന്റെ പേര് പറഞ്ഞതിന്റെ കാരണം, പല പ്രവർത്തകരും പലരും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഞാൻ കണ്ടൊരു പേരാണ്, തിരുവനന്തപുരം പിടിക്കാൻ CP ജോണോ ശബരിയോ മതി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ശിവകുമാറിന് ഒരു സീറ്റ് കൊടുക്കുന്നു, ശിവകുമാറിന് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയാൽ, പാറശാലയോ മറ്റോ ശിവകുമാറിന് സീറ്റ് കൊടുത്താൽ ശിവകുമാർ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അപ്പൊ പാറശാലയിൽ മത്സരിക്കാൻ വേറെ ആരും ഇല്ല എന്നാണ്? അല്ല, പാറശാലയിൽ വരും. ഞാൻ പറഞ്ഞതാണ്, തിരുവനന്തപുരം സെൻട്രലിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ മാറുകയാണെങ്കിൽ, ഒരു കാലുവാരൽ രാഷ്ട്രീയം നടന്നില്ല എങ്കിൽ CP ജോണിനോട് CMP ആണ്, കോൺഗ്രസ് അല്ല എന്നൊരു കാര്യമുണ്ട്. അതിനപ്പുറം അപ്പൊ അതുകൊണ്ട് UDF ജയിക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ജനങ്ങളുടെ വോട്ട് പിടിക്കാനുള്ള സാധനം. പിന്നെ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, അത് CP ജോണിന് അനുകൂലമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന നായർ കമ്മ്യൂണിറ്റി വോട്ടുകളാണ് പിന്നീട് തിരുവനന്തപുരത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ അതിന്റെ അകത്ത് അത് കുറെ വോട്ടുകൾ BJPക്ക് പോകും, കുറെ വോട്ടുകൾ ആരാണോ LDFന്റെ സ്ഥാനാർത്ഥി അവർക്കൊക്കെ പോകും. പിന്നെ ഉള്ളത് തിരുവനന്തപുരം സിറ്റി എടുക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ കൂടുതലും ഈ ജോലിയുള്ള, അല്ലെ ചേച്ചി ഒന്നും അങ്ങനെ ഒരു ഇതാണ്, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ CP ജോൺ വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. ചേച്ചി ആന്റണി രാജുവിനെയും CP ജോണിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ടായാലും എല്ലാം കൊണ്ടും ആളുകൾ ജഡ്ജ് ചെയ്യുമ്പോൾ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാംസ്കാരികപരമായ ആ ഒരു നിലവാരം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായ വോട്ട് CP ജോണിന് കിട്ടാനുള്ള സാധ്യത. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ആന്റണി രാജുവിനെതിരെ കേസുകളുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇതിനേക്കാൾ വലിയ പെണ്ണ് കേസുകളൊക്കെ ഉള്ളു. ഇതൊരു വേറൊരു ജട്ടി കേസ് മാത്രമേ ഉള്ളൂ. പെണ്ണ് കേസ് ഉള്ളവർ വരെ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ പറയുന്നു, അതായത് പിടിക്കപ്പെട്ട് നിൽക്കുമ്പോൾ പോലും പറയുന്നു, ഈ ആൾക്കാർ എനിക്ക് ഒരുപാട് വോട്ട് തരും, ഞാൻ ഇനിയും ജയിക്കുമെന്ന് അവകാശപ്പെടുന്നവരുടെ ഇടതുപക്ഷമാണ് ഇവിടെ ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു സാധ്യതയാണ് ജയിക്കാനുള്ള ഒരു സർക്കാർ. ആന്റണി രാജു എന്ന് പറഞ്ഞ MLAക്കെതിരായ വികാരമുണ്ട് തിരുവനന്തപുരത്ത്, ഇല്ലെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റുമോ? ബട്ട് ആ ഒരു വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കഴിയണം. പിന്നെ ടീം UDF ഒറ്റക്കെട്ടായി നിൽക്കണം, അതാണ് ഏറ്റവും മുഖ്യം. പിന്നെ മറ്റുള്ള ഇപ്പം ശിവകുമാറിനെയും CP ജോണിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, CP ജോൺ ആരെയും വെട്ടാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദോഷം ചെയ്യാനോ മറ്റൊരാളെ കുഴപ്പത്തിലാക്കാനോ പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് തോന്നുന്നു. സാത്വികനായിട്ട് കരുതാവുന്ന ഒരാളാണ്. ചർച്ചകൾ വന്നിരിക്കും. ഒന്നാമത്തെ കാര്യം, CMP എന്ന് പറയുന്ന അത്ര വലിയ പാർട്ടിയല്ല, വലിയൊരു പാർട്ടിയല്ല. എന്നിരുന്നാൽ പോലും CP ജോണിന് പലരെയും വെട്ടാം, തളർത്താം, ഇതൊക്കെ CP ജോണിന് പറ്റും. കാര്യം CMP കോൺഗ്രസ് UDFനൊപ്പം ആയതുകൊണ്ട്. പക്ഷെ അദ്ദേഹം അതിനൊന്നും പോകാറില്ല. MV രാഘവൻ നിൽക്കുന്ന സമയത്ത്
തിരുവനന്തപുരത്തിന്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് CP ജോണാണ്. അങ്ങനെ CP ജോൺ ആർക്കെങ്കിലും നല്ലത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ. കാര്യം ഒരു വെട്ടൽ രാഷ്ട്രീയത്തിലേക്കോ അത്തരം രാഷ്ട്രീയത്തിലേക്ക് CP ജോൺ പോകാറില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരാൾക്ക് തന്നെ എപ്പോഴും സീറ്റ് കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശിവകുമാറിന് തന്നെ ഈ സീറ്റ് കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അല്ലാതിരുന്നാൽ ഒരു മാറ്റം ഇപ്പോഴും അറിയുന്നത് CP ജോണിന് സീറ്റ് കൊടുക്കും എന്നാണ്. ശബരിനാഥിനെ ഏതെങ്കിലും സീറ്റ് പരിഗണിക്കുന്നതായിട്ട് അറിയുന്നുണ്ടോ? ശബരിനാഥിന് സീറ്റ് പരിഗണിക്കുന്നതായി പറഞ്ഞില്ല. അരുവിക്കര പോലും ശബരിയുടെ പേരങ്ങൾ ഉയർന്നു കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞ തിരുവനന്തപുരം സെൻട്രലിൽ ശബരിയുടെ ഒരു പേര് കേൾക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ. അതിന്റെ അകത്ത് പ്രവർത്തകർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൗൺസിലറായി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ മത്സരിച്ച വ്യക്തിയാണ് ശബരി. അപ്പൊ ശബരി നിയമസഭയിലേക്ക് വരണമെന്ന് എന്റെ അഭിപ്രായത്തിലും ശബരിയൊക്കെ നിയമസഭയിൽ വരേണ്ട ആളുകളാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം സെൻട്രൽ ഇനി CP ജോണിനെയും ശിവകുമാറിനെയും വെട്ടിക്കൊണ്ട് ശബരി വന്നാലും നമുക്ക് ഞെട്ടാനൊന്നുമില്ല. പിന്നെ എന്റെ ഒരു അഭിപ്രായം വർക്കല ഒരു പക്ഷേ ശബരിനാഥിന് കൊടുത്താൽ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം എന്ന് പറയുന്നത് എന്ന് ജയിക്കും എന്നല്ല, എന്നാൽ കൂടി ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ BRM ഷഫീർ വർക്കല ജോയിയോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ജോയി തന്നെയായിരിക്കും വർക്കലത്തെ സ്ഥാനാർത്ഥി. അതിൻ്റെ അകത്ത് BJP കുറച്ച് വോട്ട് പിടിക്കും. ഏത് സ്ഥാനാർത്ഥി വന്നാലും BJP കുറച്ച് വോട്ട് പിടിക്കുന്ന കാര്യത്തിലും തർക്കമില്ല. കഹാറായിരുന്നു BRMന് മുമ്പ് നിന്നത്, അല്ലെങ്കിൽ കഹാറായിരുന്നു MLA. കഹാർ പരാജയപ്പെടുകയാണ് ചെയ്തത്. കാലുവാരിൽ ഒന്നും നടന്നില്ല എങ്കിൽ ചിലപ്പോൾ കഹാർ നിന്നാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതും തള്ളിക്കളയാനാകില്ല. അല്ല, അപ്പൊ BRM ഷഫീറും വർക്കല കഹാർ ഇവര് രണ്ടുപേരെ വെച്ചൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ വർക്കല കഹാറിനല്ലേ ഒരു മുൻതൂക്കം? വർക്കല കഹാറിനാണ്. അത് ഒരുപാട് കാര്യമുണ്ട് ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും BRM ഷഫീർ എന്ന് പറഞ്ഞ വർക്കലക്കാരനല്ല. വർക്കല കഹാർ വർക്കലക്കാരനാണ്. MLA ആയിരുന്ന ആളുകൾക്ക് അറിയാവുന്ന മനുഷ്യനാണ്. BRM ഷഫീറിന് നായർ വോട്ടുകളെ ഒപ്പം കൂട്ടുന്നതിൽ ഒരു പരാജയം പറ്റി. അതുകൊണ്ടാണ് BRM ഷഫീർ തോറ്റത്. പക്ഷെ ഇത്രയും നാള് ആ നായർ വോട്ടുകളെ ഒപ്പം കൂട്ടാൻ കഹാറിന് കഴിഞ്ഞിരുന്നു. അതാണ് കഹാർ ജയിക്കാനുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കഹാർ ആവർത്തിച്ച് ജയിച്ചുകൊണ്ടിരുന്ന നായർ വോട്ടുകളുടെ പിന്തുണയോടുകൂടിയാണ്. വർക്കല എന്ന് പറയുമ്പോൾ വലിയ അളവിൽ നായർ വോട്ടുകളുണ്ട്. നമ്മൾ ജാതിപരമായി എടുക്കുമ്പോൾ മുസ്ലിമാണ്, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾക്കൊക്കെ അപ്പുറം നായർ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വർക്കല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ശബരിനാഥ് വർക്കല സ്ഥാനാർത്ഥിയാവുകയാണ് എങ്കിൽ ശബരിനാഥിന് ആ വോട്ടുകൾ പിടിക്കാൻ കഴിയും. ആ വോട്ട് അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് UDF അവിടെ ജയിക്കാൻ കഴിയും. ചേച്ചി അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ BJPക്ക് പോകുന്ന വോട്ടുകൾ, ഈ വർക്കലയിൽ നിന്ന് BJPക്ക് പോകുന്ന നായർ വോട്ടുകൾ ശബരിനാഥ് സ്ഥാനാർത്ഥിയാവുകയാണ് എങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയും. അത് ശബരിനാഥിനെ പറ്റൂ. കാര്യം ശബരിനാഥിന്റെ അച്ഛന്റെ ബന്ധുക്കൾ ഒരുപാട് പേര് വർക്കലയുണ്ട്. കാർത്തികേയനുമായി വ്യക്തിബന്ധമുള്ള ഒരുപാട് പേർ വർക്കലയുണ്ട്. അതിപ്പോ പാർട്ടി പ്രവർത്തകരെന്നല്ല, വർക്കലയ്ക്ക് കാർത്തികേയനുമായി ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ആ വോട്ടുകളെല്ലാം ശബരിക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ശബരിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇപ്പൊ ശബരിയുടെ പേര് വരുമോ എന്നുള്ള കാര്യം ഒരു സംശയമാണ്. കാര്യം കഹാറായിരിക്കണം മത്സരിക്കാൻ വേണ്ടി. കാര്യം പലപ്പോഴും രാഷ്ട്രീയക്കാർ പലരും അവർ നിന്ന മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ലല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം. കഹാറായിരിക്കും ആ സീറ്റിന് വേണ്ടി പിടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴക്കൂട്ടത്ത് പറയുന്നുണ്ട് ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് പരിഗണനയിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നും പൂർണ്ണമായി പറയാനാകില്ല. പക്ഷെ തിരുവനന്തപുരത്ത് എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകൾ ഉണ്ടാകും, ആ കാര്യത്തിൽ യാതൊരു സംശയവും. അല്ല, ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം കുറച്ചു നാൾ മുന്നേ VD സതീശനെ വെല്ലുവിളിച്ചായിരുന്നു. നേമത്ത് വന്ന് BJPക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന്. അപ്പൊ ഈ നേമത്തെ ഒരു അവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അല്ല, നേമത്ത് BJPക്ക് ഒരു അല്ലെങ്കിൽ BJP ആണല്ലോ നേമത്ത്. BJPക്ക് ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് ശക്തമായ വോട്ട് കിട്ടിയ ഒരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ടാണ് BJPക്ക്, കാര്യം മുൻപും BJPക്ക് MLA ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് നേമമാണ്. അതുകൊണ്ടാണ് BJPക്ക് അവിടെ കിട്ടാനുള്ള. പിന്നെ കോർപ്പറേഷന്റെ ഒരു സാഹചര്യം. ഇനി നേമത്ത് ബാക്കി 2 സ്ഥാനാർത്ഥികൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടോ? നേമത്ത് ശബരി മത്സരിക്കണമെന്നൊരു വിഭാഗം പറയുന്നുണ്ട്. ഒരു ശബരി എവിടെയൊക്കെ മത്സരിക്കാനാണ്? അല്ല, പലരും ശബരിയുടെ പേര് തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും കേൾക്കുന്നുണ്ട്. ശബരി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് പല മണ്ഡലങ്ങളും പറയുന്നുണ്ട്. പിന്നെ വൈഷ്ണവ് സുരേഷിന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണ്? കാര്യം വൈഷ്ണവ് മുട്ടടയിൽ നിന്ന് ജയിച്ചു. അത് കൗൺസിലർ ആയിട്ട്, അതുപോലെ അല്ലല്ലോ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ അത് അത്രയും വലുത്. പക്ഷെ പറയാൻ പറ്റില്ല. ഇനി നേമം ഷജീറിനെ മത്സരിപ്പിക്കുമെന്ന് അറിയില്ലല്ലോ നേമത്ത്. അതൊക്കെ എത്രത്തോളം വിജയിക്കും? ഞാൻ പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളിനെ അവിടെ പരാജയപ്പെടുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളിനെ നിർത്തിയാൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാതിരിക്കാൻ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒരു ശക്തനായ ഒരാളെ കോൺഗ്രസോ അല്ലെങ്കിൽ UDFോ നേമത്ത് മത്സരിപ്പിച്ചാൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാനാകില്ല. പണ്ട് എന്തൊക്കെ പറഞ്ഞാലും മുരളീധരൻ തന്നെയാണ് നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത്. അതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നേമത്ത് ഒരിക്കലും അക്കൗണ്ട് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നുള്ളത് യാതൊരു സംശയമില്ല. അല്ല, ഇപ്പൊ K മുരളീധരന്റെ പേര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞു? വട്ടിയൂർക്കാവിലാണ് K മുരളീധരന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ BJPക്ക് ചിലപ്പോ R ശ്രീലേഖ മത്സരിക്കുമെന്നും മേയർ ബ്രോ ആയിരിക്കും.
LDF മേയർ ബ്രോ മത്സരിക്കാനുള്ള പ്രശാന്ത് മത്സരിക്കും, ശ്രീലേഖയുടെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ഇതിന്റെ അകത്ത് മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് എന്തൊക്കെ പറഞ്ഞാലും നിയമത്തെ അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂട്ടിച്ചതാരാ? കെ മുരളീധരൻ. മുരളീധരനോട് അതിന്റെ പക ഇന്നും BJP-ക്കാർക്കുണ്ട്. BJP-യും CPM-ഉം തിരുവനന്തപുരത്ത് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടുകെട്ട് പറയുന്നത് കെ മുരളീധരൻ എവിടെ നിൽക്കുന്നോ അവിടെ ശക്തമായ ആളിനെ നിർത്തി കെ മുരളീധരനെ പരാജയപ്പെടുത്തുക. അതാണ് അവരുടെ ലക്ഷ്യം. അവിടെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അവർക്ക് അവിടെ ഒറ്റ ശത്രുക്കൾ. അവിടെ ചേച്ചി എന്തായാലും ഒരു CPM BJP ഡീൽ ഉണ്ടാകും. കുറച്ച് സ്ഥലങ്ങളിൽ CPM-ന്റെ വോട്ട് BJP-ക്ക് കൊടുക്കുകയും BJP-യുടെ വോട്ട് CPM-ലേക്ക് മാറുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറഞ്ഞത് കെ മുരളീധരൻ എവിടെ മത്സരിക്കുന്നു അവിടെ പരാജയപ്പെടുത്തും. അതിനുവേണ്ടി തന്നെയാണ് എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ എവിടെയാണെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടേ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരി, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചോ അത് വലിയൊരു നിർണായകമായൊരിതാണ്. അപ്പൊ അതില് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാകരുത് ഒരിക്കലും ഇത്തവണ പാർട്ടി വിട്ടു പോകുന്നവർ പോകട്ടെ എന്ന് കരുതണം. അപ്പൊ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് തെറിച്ചു പോട്ടെ എന്ന് തന്നെ കരുതണം. കാരണം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പാർട്ടി മാറും എന്ന ഒരു ഇതുണ്ടെങ്കിൽ അവരെ പരിഗണിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പ്രവർത്തിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്, അവരെ പരിഗണിക്കാവുന്നതാണ്. കാരണം ഇപ്പോ ഈ LDF ഭരണവിരുദ്ധ വികാരം എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഒരു CJP അതായത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് BJP-ക്ക് ഇപ്പോൾ കുറച്ച് സ്വാധീനം കുറച്ച് കൂടി വരുന്ന സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 10 വർഷം പുറത്ത് നിന്നിട്ട് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തമ്മിൽ തർക്കമില്ലാതെ ഒരു ഐക്യത്തോടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് അതേ ഐക്യത്തോടു കൂടി തന്നെ ഐക്യമുന്നണി നിൽക്കുകയാണ് എങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അതീവ ശ്രദ്ധ. കാരണം ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം വളരെ എല്ലാവരും എതിരാളികളെ കൊണ്ടുപോലും കൈയടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണമായാലും കോർഡിനേഷൻ ആയാലും സ്ഥാനാർത്ഥി നിർണയം എല്ലാത്തിലും. ആ ഒരു രീതി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഫോളോ ചെയ്യുന്നതാണ് എങ്കിൽ വിജയം സുനിശ്ചിതമാണ്. മറിച്ച് തമ്മിൽ തല്ലും കാലുവാരലും കൊണ്ടേ നടക്കൂ എന്നുള്ള ഒരു തീരുമാനവും വ്യക്തി നേട്ടങ്ങൾക്കായിട്ട് പാർട്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒന്നും പറയാനില്ല.